Hi everyone, welcome to X and Y Class 8 and NMMS. So നമ്മൾ ഇന്ന് ഫിസിക്സിൽ NMMSന്റെ ഫിസിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യുന്നത്. സോ അതിന്റെ കുറച്ച് ടോപ്പിക്സും കുറച്ച് തിയറിയും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. സോ നമുക്ക് നോക്കാം നമ്മൾ ഇന്ന് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ളത്. യെസ്, ഗ്രാഫുകളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ നമ്മൾ കണ്ടിട്ടുണ്ടാവും കുറേ ഗ്രാഫുകൾ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഗ്രാഫുകൾ കണ്ടിട്ടുണ്ടാവും. സോ എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാഫിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള കാര്യങ്ങൾ നമുക്കറിയണം. അതുപോലെ ബേസിക് ആയിട്ടുള്ള ഗ്രാഫുകൾ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമുക്ക് ആദ്യത്തെ ഒരു ഗ്രാഫിനെ പറ്റി പറഞ്ഞാൽ നമ്മളുടെ ഒരു ഗ്രാഫാണ് യെസ്, അതായത് ഡിസ്റ്റൻസ്, ദൂരം അല്ലേ, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. അതായത് ദൂരവും സമയവും തമ്മിലുള്ള ഒരു ഗ്രാഫ് നമ്മൾ വരച്ചാൽ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സമയം മാറുന്നതനുസരിച്ച് ഒരു വസ്തുവിൻ്റെ, ഒരു ഒബ്ജക്റ്റിൻ്റെ, ഇപ്പം നമ്മളൊരു കാറിൽ നമ്മൾ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കാം. സോ അതിൻ്റെ ദൂരം മാറുന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ ഗ്രാഫിൽ പറയുന്നത്. ഇപ്പം ഞാൻ ഈ ഗ്രാഫ് ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കാം. യെസ്, സോ എന്താണ് ഇതിൻ്റെ അർത്ഥം? ഇപ്പം സമയം ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഒരു 10 സെക്കൻഡ്, 20, 30, 40 അങ്ങനെ മാർക്ക് ചെയ്യാണ്. ദൂരം ഞാൻ 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ, 4 മീറ്റർ അങ്ങനെ എന്തെങ്കിലും യൂണിറ്റ് മാർക്ക് ചെയ്യാണ്. സോ ഇതിൻ്റെ അർത്ഥം എന്താണ്? 10 സെക്കൻഡ് കഴിയുമ്പോൾ 1 മീറ്റർ ദൂരം കഴിഞ്ഞു, 20 സെക്കൻഡ് കഴിയുമ്പോൾ 2 മീറ്റർ ദൂരം കഴിഞ്ഞു, 30 സെക്കൻഡ് കഴിയുമ്പോൾ 3 മീറ്റർ ദൂരം കഴിഞ്ഞു. എന്താ അതിൻ്റെ മീനിങ്? സമയം മാറുന്നതനുസരിച്ച് ഈ വസ്തുവിൻ്റെ അല്ലെ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നുണ്ട്? കൂടി വരുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. സോ ഇവിടെ നമ്മൾ ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ ഇതിനൊരു ചെരിവുണ്ട് അല്ലെ, ഈ സ്ലോപ്പ് ഉണ്ട്. സോ ഇതിനൊരു ചെരിവുണ്ടെങ്കിൽ എന്താ ഇതിൻ്റെ അർത്ഥം? ഈ ഒബ്ജക്റ്റ് മൂവിങ് ആണ്, ഇതിനൊരു സ്പീഡ്, ഒരു വേഗത ഉണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി നമ്മൾ വേറൊരു ഗ്രാഫ് നമുക്ക് വരച്ച് നോക്കാം. സോ വീണ്ടും നമ്മളൊരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എടുക്കുന്നു, ദൂരം അതുപോലെ സമയം. സോ ഈ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ എന്താ തന്നിട്ടുള്ളത്? ഇങ്ങനെയാണ് ഒരു ലൈൻ തന്നിട്ടുള്ളത്. സോ എന്താണ് ഇതിൻ്റെ മീനിങ്? ഈ ഒബ്ജക്റ്റ് തുടങ്ങുന്ന സമയത്ത് ഒരു 10 മീറ്റർ ദൂരത്തിലാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മളൊരു പോയിന്റ് എടുത്തിട്ടുണ്ട്, അവിടുന്ന് 10 മീറ്റർ ദൂരത്തു നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സോ അത് കഴിഞ്ഞ് നമ്മളൊരു 10 സെക്കൻഡ് കഴിഞ്ഞു. 10 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇയാൾ എവിടെയുള്ളത്? നമ്മൾ നോക്കിയാൽ അറിയാം, 10 മീറ്റർ ദൂരത്തിൽ തന്നെ ഉള്ളത്. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു? ഒരു മിനിറ്റ് 60 സെക്കൻഡ് കഴിഞ്ഞു, കുറച്ചുകൂടെ അധികം സമയം എടുത്തു. അപ്പോഴും ഞാൻ നോക്കുമ്പോഴും ഇയാൾ എന്താണ്? 10 മീറ്ററിൽ തന്നെയാണ് നിൽക്കുന്നത്. അതായത് സമയം മാറുന്നതനുസരിച്ച് ഇയാളുടെ ദൂരം എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. 10 മീറ്റർ ഡിസ്റ്റൻസ് എവിടെയാണോ അവിടെ തന്നെയാണ് ഇയാൾ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. ഇതിന്റെ മീനിങ് എന്താണ്? നമ്മളുടെ ഒബ്ജക്റ്റ് എന്തിലാണ്? റെസ്റ്റിലാണ്. ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യുന്നില്ല എന്നുള്ള അതിന്റെ മീനിങ്. സോ നമ്മൾ ഇതിന്റെ ഗ്രാഫിന്റെ സ്ലോപ്പ് നോക്കിയാൽ, ചെരിവ് നോക്കിയാൽ നമുക്കറിയാം എന്താണ്? ഒരു ഹൊറിസോണ്ടൽ ലൈൻ ആണ് അല്ലേ. സോ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടെ സ്പീഡ് 0 ആണ്, അല്ലെങ്കിൽ വെലോസിറ്റി 0 ആണ്. ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നില്ല? അനങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഒബ്സർവ് ദ ഗിവൺ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. സോ നമുക്കൊരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട് ആൻഡ് ഓഫ് ആൻ ഒബ്ജക്ട് ആൻഡ് ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ തന്നിട്ടുള്ളതിൽ ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ശരിയായ സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് തന്നിരിക്കുന്ന ദൂരം സമയം ഗ്രാഫ് നിരീക്ഷിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാം. നമുക്ക് ദൂരം സമയം മാറുന്നതനുസരിച്ച് ദൂരത്തിനുള്ള ചേഞ്ച് ആണ് തന്നിട്ടുള്ളത്. സോ ഓപ്ഷൻസ് നോക്കിയാൽ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്, ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. സ്പീഡ് ഓഫ് ഒബ്ജക്ട് ഡിക്രീസസ്, ഒബ്ജക്റ്റിന്റെ വേഗത കുറയുന്നു. സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ വേഗത 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 5 മീറ്റർ വെച്ച് പോകുന്നു. അല്ലെങ്കിൽ ആക്സലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ 4 സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ നമുക്ക് ആദ്യത്തെ കാര്യം തന്നെ നോക്കാം. നമ്മൾ എന്താണ്? ഒരു ഗ്രാഫ് കിട്ടിയാൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രാഫിൽ എന്താണ് തന്നിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ ടൈം തന്നിട്ടുണ്ട്, അതായത് സമയം തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ഇൻ മീറ്റേഴ്സ്, ഡിസ്റ്റൻസ് തന്നിട്ട് അത് മീറ്ററിലാണ്, ടൈം സെക്കൻഡിലാണ് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കുക. സോ ഞാൻ നോക്കുകയാണ്, സമയം ഇങ്ങനെ മാറി മാറി വരുന്നു. 2 സെക്കൻഡായി, 4 സെക്കൻഡായി, 6 സെക്കൻഡായി, 8 സെക്കൻഡായി. സോ സമയം മാറുന്നതനുസരിച്ച് ദൂരം മാറുന്നുണ്ട്. അതായത് 2 സെക്കൻഡിൽ 10 ആയിരിക്കും, 4ൽ 20 ആയിരിക്കും, 6ൽ 30 ആയിരിക്കും, 8ൽ 40 ആയിരിക്കും, 10ൽ 50 ആയിരിക്കും. അതായത് സമയം മാറുന്നതനുസരിച്ച് ദൂരം മാറുന്നു. സോ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല അല്ലേ. അതായത് ഒബ്ജക്റ്റ് നിശ്ചലമാണ് എന്നുള്ളത് ശരിയല്ല, കാരണം ദൂരം മാറുന്നുണ്ട്. ഇനി ഒബ്ജക്റ്റിന്റെ വേഗത നമുക്ക് കണ്ടുപിടിക്കാം. സോ ഞാൻ വേഗത നോക്കിയാൽ 2 സെക്കൻഡിൽ ഇയാൾ 10 മീറ്റർ പോയിട്ടുണ്ട്. അതുപോലെ 4 സെക്കൻഡിൽ ഇയാൾ 20 മീറ്റർ പോയിട്ടുണ്ട്. അതുപോലെ ടോട്ടൽ നമ്മൾ എടുത്താൽ 10 സെക്കൻഡിൽ 50 മീറ്റർ പോകുന്നുണ്ട്. സോ എന്താണ് ഇതിൻ്റെ അർത്ഥം? 2 സെക്കൻഡിൽ 10 മീറ്റർ പോകാന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ എത്ര ദൂരം പോകും? 5 മീറ്റർ ദൂരം പോകും. സോ 1 സെക്കൻഡിൽ 5 മീറ്റർ പോയി, അടുത്ത സെക്കൻഡിൽ 5 മീറ്റർ പോയി, അങ്ങനെയാണ് 2 സെക്കൻഡിൽ 10 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്. സോ
നമ്മളുടെ വേഗത എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 5 മീറ്റർ പെർ സെക്കൻഡ്, അതായത് ഒരു സെക്കൻഡിൽ 5 മീറ്റർ ദൂരം പോകുന്നു. അല്ലെങ്കിൽ നമ്മൾ ടോട്ടൽ ഡിസ്റ്റൻസ് എടുക്കുക, 50 മീറ്റർ പോയിട്ടുണ്ട്, 10 സെക്കൻഡിലാണ് പോയിട്ടുള്ളത്. സോ നമ്മൾ 50 മീറ്റർ ബൈ 10 സെക്കൻഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 0.05 മീറ്റർ പെർ സെക്കൻഡ്. സോ ഇവിടെ എന്താണ് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഈ വസ്തുവിന്റെ വേഗത. സോ ഇതിന്റെ വേഗത എല്ലാ സമയത്തും എന്താണ്? കോൺസ്റ്റന്റ് ആണ് അല്ലേ? സോ 4 സെക്കൻഡിൽ 20 പോകുന്നു. 1 സെക്കൻഡിൽ 5 പോയാലും 4 സെക്കൻഡിൽ 20 പോകും. അപ്പോൾ 6 സെക്കൻഡിലോ 6 × 5 30 പോകും. അതുപോലെ 8 സെക്കൻഡിലോ 8 × 5 40 പോകും. സോ ഈ വസ്തു എന്താ ചെയ്യുന്നത്? 5 മീറ്റർ പെർ സെക്കൻഡ് വേഗതയിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1 സെക്കൻഡിൽ 5 മീറ്റർ പോകുന്നു, അടുത്ത സെക്കൻഡിൽ 5 മീറ്റർ പോകുന്നു, അങ്ങനെ. ഇപ്പോൾ 100 സെക്കൻഡ് ആകുമ്പോൾ 100 × 5 500 മീറ്റർ പോകും. സോ നമ്മളുടെ ബാക്കി ഓപ്ഷൻസ് നോക്കാം. സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ഡിക്രീസസ്. ഒബ്ജക്റ്റിന്റെ വേഗത എന്താണ്? കുറയുന്നു എന്നാണ് പറയുന്നത്. സോ ഇയാളുടെ വേഗത കുറയുന്നുണ്ടോ? ഇല്ല. എന്താണ്? 5 മീറ്റർ പെർ സെക്കൻഡ് തന്നെ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. സോ ഓപ്ഷൻ ബിയും തെറ്റാണ്, വേഗത കുറയുന്നില്ല. സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ്. സോ വസ്തുവിന്റെ വേഗത 5 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണല്ലേ? നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സോ ഓപ്ഷൻ സി കറക്റ്റ് ആണ്. നമുക്ക് ഡിയും കൂടെ നോക്കാം. ഡി എന്താ പറയുന്നത്? ആക്സലറേഷൻ ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. വസ്തുവിന്റെ ത്വരണം 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറയുന്നത്. എന്താണ് ഈ ആക്സലറേഷൻ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി മാറുന്നതിന്റെ റേറ്റ് ആണ്, നിരക്കാണ്. അപ്പോൾ വെലോസിറ്റി ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അതിനൊരു നിരക്കുണ്ടാവും. സോ ഇവിടെ വെലോസിറ്റി മാറുന്നുണ്ടോ? ഇല്ല. വെലോസിറ്റി എന്താണ്? 5 ഇങ്ങനെ തുടർന്ന് പോവാണ്. അപ്പോൾ അവിടെ ആക്സലറേഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ആക്സലറേഷൻ വിൽ ബി 0. സോ നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്നാൽ ശ്രദ്ധിക്കുക, നമ്മുടെ വെലോസിറ്റി ടൈം ഗ്രാഫോ ആക്സലറേഷൻ ടൈം ഗ്രാഫോ അല്ല, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് തന്നാൽ നമ്മളുടെ ഗ്രാഫിന്റെ ചെരിവ് അല്ലെങ്കിൽ സ്ലോപ്പ് ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, അതായത് ഇവിടെ ചെരിവ് മാറുന്നില്ല അല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് വരച്ചാൽ ഇതിന്റെ ചെരിവ് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. സോ നമ്മൾ തന്നിട്ടുള്ള ഗ്രാഫിൽ എന്ത് ചെയ്യുന്നില്ല? ചെരിവ് മാറുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? നമ്മളുടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, വെലോസിറ്റി മാറുന്നില്ല. അതുപോലെ തന്നെ ആക്സലറേഷൻ എന്തായിരിക്കും? ആക്സലറേഷൻ 0 ആയിരിക്കും. സോ നമുക്ക് കുറച്ച് ഗ്രാഫുകൾ നോക്കാം. ഇവിടെ നമുക്കൊരു ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് തന്നിട്ടുണ്ട്. സോ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിൽ സമയം മാറുന്നതനുസരിച്ച് നമ്മുടെ ഡിസ്റ്റൻസ് മാറുന്നില്ല, സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് അല്ലേ? സോ ഡിസ്റ്റൻസ് എന്താണ്? സെയിം തന്നെയാണ്. എന്താ ഇതിന്റെ അർത്ഥം? ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ഫോർ എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്, അതായത് സ്ഥിരാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന്റെ, ഒരു വസ്തുവിന്റെ ഗ്രാഫാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. ഇനി രണ്ടാമത്തത് നോക്കാം. ടൈം മാറുന്നതനുസരിച്ച്, സമയം കൂടുന്നതനുസരിച്ച് ഡിസ്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇങ്ങനെ കൂടി വരുന്നു ഡിസ്റ്റൻസ്. സോ അവിടെ എന്താണ്? ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള വെലോസിറ്റി ഉണ്ട്, ആക്സിലറേഷൻ ഇല്ല. സോ ഒരു യൂണിഫോം മോഷനിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഗ്രാഫ് ആണെന്ന് പറയാൻ പറ്റും, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്. ഇനി നമ്മൾ അടുത്തതെടുത്തു. ഇവിടെ എന്താണ്? സമയം കൂടുന്നതനുസരിച്ച് നമ്മളുടെ ഡിസ്റ്റൻസ്, ദൂരം കൂടി വരികയാണ്. സോ ദൂരം കൂടി വരിക മാത്രമല്ല, ഈ ഗ്രാഫിന്റെ ചെരിവ് അല്ലെ, സ്ലോപ്പും കൂടി വരികയാണ്. അപ്പം ഇവിടെ ഉള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ ചെരിവാണ്. ഇവിടുത്തെ വെലോസിറ്റി പറഞ്ഞാൽ ഈ സ്ലോപ്പാണ്. ഇവിടുത്തെ വെലോസിറ്റി പറഞ്ഞാൽ ഈ സ്ലോപ്പാണ്. ഇവിടുത്തെ വെലോസിറ്റി പറഞ്ഞാൽ ഈ സ്ലോപ്പാണ്. സോ സ്ലോപ്പ് കൂടി വരുന്നു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലെങ്കിൽ വേഗത കൂടി വരുന്നു. സോ ഫോർ നോൺ യൂണിഫോം മോഷൻ, ഇതൊരു യൂണിഫോം മോഷൻ അല്ല, നോൺ യൂണിഫോം മോഷൻ ആണ്. വെൻ സ്പീഡ് ഇൻക്രീസസ്, അതായത് സ്പീഡ് കൂടി വരുന്ന ഒരു ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ അടുത്ത കേസ് നോക്കിയാൽ ഫോർ നോൺ യൂണിഫോം മോഷൻ വെൻ സ്പീഡ് ഡിക്രീസസ്. സോ ഈ കേസിൽ ഞാൻ എന്ത് ചെയ്യാണ്? ആദ്യത്തെ ചെരിവ് തുടക്കത്തിൽ ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് സ്ലോപ്പ്, പിന്നെ ഇങ്ങനെയാണ് സ്ലോപ്പ്, പിന്നെ ഇങ്ങനെയാണ് സ്ലോപ്പ്, പിന്നെ ഇങ്ങനെയാണ് സ്ലോപ്പ്, പിന്നെ ഇങ്ങനെയാണ് സ്ലോപ്പ്. അതായത് ചെരിവ് എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്ന, ഞാൻ ഓരോ പോയിന്റിലും ചെരിവ് വരച്ചാൽ ചെരിവ് കുറഞ്ഞു വരുന്നു. സോ ഈ കേസിൽ എന്താണ്? നമ്മളുടെ വെലോസിറ്റി അല്ലെങ്കിൽ വേഗത കുറഞ്ഞു വരികയാണ്. സോ ഈ രണ്ട് ഗ്രാഫുകളും നോൺ യൂണിഫോം മോഷൻ ആണ്. അതായത് വേഗത മാറുന്നുണ്ടെങ്കിൽ അതൊരു നോൺ യൂണിഫോം മോഷൻ ആണ്, വെലോസിറ്റി മാറുമ്പോൾ നോൺ യൂണിഫോം മോഷൻ ആണ്. സോ ഇവിടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നു, ഇവിടെ സ്പീഡ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. സോ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ആക്സലറേഷൻ, അതായത് നമ്മുടെ ത്വരണം എന്താണ്? പോസിറ്റീവ് ആണ്. സ്പീഡ് കുറഞ്ഞു വരികയാണെങ്കിലോ നമ്മുടെ ത്വരണം നെഗറ്റീവ് ആണ്, ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. ഈ കേസ് യൂണിഫോം മോഷൻ ആണ്, സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒറ്റ ചെരിവാണ്. സോ ഒരു വേഗത, ഒരു വെലോസിറ്റി മാത്രമേ ഉള്ളൂ. അതുപോലെ ഇത് നമ്മുടെ റെസ്റ്റിലുമാണ്. സോ നമുക്കൊരു ചോദ്യം കൂടെ നോക്കാം. ചൂസ് ദ കറക്റ്റ് ഗ്രാഫ് ദാറ്റ് റെപ്രസെന്റ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. അതായത് സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ്, മൂവ് ചെയ്യാത്തൊരു ഒബ്ജക്റ്റിന്റെ ശരിയായിട്ടുള്ള ഗ്രാഫ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്കറിയാം, ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെങ്കിൽ സമയം മാറുന്നതനുസരിച്ച് അതിൻ്റെ ഡിസ്റ്റൻസ് മാറില്ല. സോ നിങ്ങൾ
നമ്മളിപ്പോൾ ഇത്രയും നേരം പഠിച്ചൊരു ടോപ്പിക്കാണ്. സോ നിങ്ങൾ എന്ത് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. സോ ഞാൻ സോൾവ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ 4 ഗ്രാഫ്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രാഫിൽ ടൈം ഇൻ സെക്കൻഡ്സ് ആണ് തന്നിട്ടുള്ളത്. ഇവിടെ സമയമാണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ സമയം മാറുന്നതനുസരിച്ച് നമ്മുടെ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനം അല്ലെങ്കിൽ ഡിസ്റ്റൻസ്. പൊസിഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. 0 സെക്കൻഡിൽ 0 ആണ്, 1 സെക്കൻഡിൽ എന്താണ്? കുറച്ച് ഒരു 10 മീറ്റർ 20 മീറ്ററിന്റെ അടുത്തെത്തിയിട്ടുണ്ട്, 2 സെക്കൻഡിൽ ഒരു 30 മീറ്റർ അടുത്തെത്തിയിട്ടുണ്ട്. അതായത് സമയം മാറുന്നതനുസരിച്ച് നമ്മൾ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ റെസ്റ്റിലല്ല, സ്ഥിരാവസ്ഥയിലല്ല അല്ലെ. നമ്മൾ ഓപ്ഷൻ ബി നോക്കിയാൽ ഓപ്ഷൻ ബിയിൽ എന്താണ്? ടൈം മാറുന്നതനുസരിച്ച് നമ്മുടെ ഒബ്ജക്റ്റ് 20 മീറ്ററിൽ തന്നെ നിൽക്കുകയാണ്. അതായത് എത്ര സമയം മാറിയാലും ഒബ്ജക്റ്റിന്റെ സ്ഥാനം എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. സോ ദിസ് ഇസ് കറക്റ്റ്. നമ്മുടെ ബി, ഓപ്ഷൻ ബി കറക്റ്റ് ആണ്. ഇനി നമുക്ക് സിയും ഡിയും കൂടെ നോക്കാം. ഇനി ഓപ്ഷൻ സിയിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആണല്ലേ തന്നിട്ടുള്ളത്. സോ എന്താ ഇതിന്റെ അർത്ഥം? 3 സെക്കൻഡിൽ ഈ ഒബ്ജക്റ്റ് 10 മീറ്ററിലുണ്ട്, 20 മീറ്ററിലുണ്ട്, 30 മീറ്ററിലുണ്ട്, 40 മീറ്ററിലുണ്ട്, പല സ്ഥലത്തുണ്ട്. ഒരേ സമയം ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? പല സ്ഥാനങ്ങളിലാണ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇങ്ങനെ ഒരു ഗ്രാഫ് പോസിബിൾ അല്ല. ഇങ്ങനെ ഒരു ഗ്രാഫ് എന്ത് ചെയ്യില്ല, നമുക്ക് റിയൽ കേസിൽ നടക്കുകയില്ല. കാരണം എന്താണ്? ഒരു സമയത്ത് ഒരു സ്ഥാനം ഉണ്ടാവുള്ളൂ. അപ്പൊ പല സമയങ്ങളിൽ ഒരേ സ്ഥാനത്ത് ഉണ്ടാവും, കാരണം റെസ്റ്റിൽ നിൽക്കുമ്പോൾ ഉണ്ടാവും. പക്ഷെ ഒറ്റ ടൈമിൽ പല പോയിന്റ്സിൽ ഒബ്ജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല? എത്താൻ പറ്റില്ല. സോ ഇങ്ങനെ ഒരു ഗ്രാഫ് എന്തല്ല, ശരിയല്ല. അപ്പൊ നിങ്ങൾക്ക് തിരിച്ചു ചോദിക്കാം, ഇതിൽ നിങ്ങൾക്ക് പോസിബിൾ ആയിട്ടുള്ള നടക്കാത്ത ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള ഗ്രാഫ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ സി ആയിരിക്കും. കാരണം ഇങ്ങനെ ഒരു ഗ്രാഫ് നടക്കാം, സമയം മാറുന്നതനുസരിച്ച് പൊസിഷൻ മാറുന്നു. ഇങ്ങനെ ഒരു ഗ്രാഫ് നടക്കാം, സമയം മാറുന്നതനുസരിച്ച് പൊസിഷൻ മാറുന്നില്ല. പക്ഷേ ഈ ഗ്രാഫ് എന്താണ്? ഇൻകറക്റ്റ് ആണ്. സോ നമ്മൾ ഓപ്ഷൻ ഡി നോക്കിയാൽ സമയം മാറുന്നതനുസരിച്ച് സ്ഥാനം മാറുന്നുണ്ട് അല്ലെ. ഒരു കോൺസ്റ്റന്റ് സ്ലോപ്പ് ആണ് ഇവിടെ. എന്താണ്? ഒരു സ്ഥിരമായിട്ടുള്ള, അതായത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വെലോസിറ്റി, ഒരു വേഗതയാണുള്ളത്. സോ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ആൻസർ ഇസ് ഓപ്ഷൻ ബി.